ബലിപെരുന്നാൾ അടുക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ത്യാഗങ്ങളെക്കുറിച്ച് കുറേ പറയാറുണ്ട്. സത്യത്തിൽ അവരെന്ത് ത്യാഗങ്ങളാണ് സഹിച്ചിട്ടുള്ളത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരുപാട് കാലം മക്കളില്ലാതെ കഷ്ടപ്പെട്ട് അവസാനം ഒരു മകനായപ്പോൾ ആ മകനെ അള്ളാഹു ബലിയർക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ തൻ്റെ ഭാര്യ ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും മക്കയുടെ മരുഭൂമിയിൽ തനിച്ചാക്കി വരേണ്ടി വരുന്നുണ്ട്. നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ എറിയപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സഹിച്ച ത്യാഗങ്ങളല്ലേ? ഒന്നാമത് നിങ്ങൾ പറഞ്ഞു, ഒരുപാട് കാത്തിരിപ്പിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ കിട്ടിയപ്പോൾ അള്ളാഹു താല ബലിയർക്കാൻ പറഞ്ഞപ്പോൾ ബലിയർക്കാൻ കൊണ്ടുപോയെന്ന്. സത്യത്തിൽ അവിടെ ബലിയർത്തിട്ടുണ്ടോ? ഇല്ല, മറിച്ച് അള്ളാഹു താല അവിടെ ഇസ്മായിൽ നബിന് പകരം ആടിനെ നൽകുകയാണ് ചെയ്തത്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞു, ഹാജർ ബി റളിയല്ലാഹു അൻഹയെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും മരുഭൂമിയിൽ തനിച്ചാക്കി വരേണ്ട അവസ്ഥ വന്നു എന്ന്. ആ തനിച്ചാക്കിയത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, മറിച്ച് അള്ളാഹു താല അവരെ സംരക്ഷണം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. മൂന്നാമത് നിങ്ങൾ പറഞ്ഞു, നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടു എന്ന്. സത്യത്തിൽ ആ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടതിൻ്റെ പേരിൽ ഒരു പൊള്ളലെങ്കിലും ഏറ്റിട്ടുണ്ടോ? ഇല്ല, മറിച്ച് അവിടെ തണുപ്പായിരുന്നു അള്ളാഹു താല നൽകിയത്. യഥാർത്ഥത്തിൽ അവർ ശരീരം കൊണ്ടായിരുന്നില്ല ത്യാഗം സഹിച്ചിരുന്നത്, ഹൃദയം കൊണ്ടായിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഒരു മകനെ കിട്ടുമ്പോൾ ആ മകനെ അള്ളാഹു താല ബലിയർക്കണം എന്ന് പറഞ്ഞപ്പോൾ ബലിയർക്കാൻ പോകുന്നുണ്ട്. ശരിക്കും അള്ളാഹു താല പറഞ്ഞപ്പോൾ വലവും ഇടവും നോക്കാതെ ആ സ്വീകരിക്കാൻ അവരുടെ ഹൃദയം സന്നദ്ധമായി എന്നതാണ്. അതുപോലെ തന്നെ ഹാജർ ബി റളിയല്ലാഹു അൻഹയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ മക്കയിലേക്ക് കൊണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ഭാര്യയും മകനും തനിച്ചായി പോകുമെന്ന് ഭയപ്പെടാതെ അള്ളാഹു താലയ്ക്ക് തവക്കുൽ ചെയ്തുകൊണ്ട് അവിടെ ആക്കി തിരിച്ചു വരികയാണ്. അതാണ് പറഞ്ഞത്, അവർ ശരീരം കൊണ്ടായിരുന്നില്ല ത്യാഗം സഹിച്ചത്, ഹൃദയം കൊണ്ടായിരുന്നു. അവരുടെ ഹൃദയത്തിൽ അള്ളാഹ് എന്ന നിയ്യത്ത് ശക്തമായപ്പോൾ അള്ളാഹു അവരെ സഹായിക്കുകയായിരുന്നു. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഹൃദയ സാന്നിധ്യത്തോടു കൂടി അള്ളാഹു താലാക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കണം.